ഈ പത്തനംതിട്ട ജില്ലയിലെ അടൂര്, ഇതെല്ലാം ബോർഡറായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അവിടെയും ഈ പറയുന്ന UDFന്റെ അതായത് റിസർവേഷൻ മണ്ഡലത്തിൽ ഒരു കാൻഡിഡേറ്റ് ജയിക്കും. ഇപ്പുറത്ത് ഇങ്ങോട്ട് മാറി കോന്നി ജിനേഷ് കുമാർ, അടൂർ പ്രകാശ് മത്സരിച്ച ശേഷം പിന്നീട് മാറി മെമ്പർ ഓഫ് പാർലമെന്റ് ആയി കഴിഞ്ഞപ്പോൾ അവിടെയും പിന്നീട് കോൺഗ്രസിന് ജയിക്കാൻ സാധിച്ചില്ല. അവിടെ ഞാൻ ഈ പറയുന്ന വോട്ടിംഗ് ഘടകം നിർണായകമാണ്. അവിടെയും UDFന്റെ കാൻഡിഡേറ്റും ജയിക്കും. അതിന്റെ വേവ് പത്തനംതിട്ട പോലും അടിച്ചിട്ട് അവിടെ വീണ ജോർജ് എല്ലാം ആര് മത്സരിച്ചാലും, കാരണം ഞാൻ ഈ പറയുന്ന കോമ്പിനേഷനാണ്. അവിടെയും പത്തനംതിട്ടയും റാന്നിയിലും അതായത് UDF വീണ്ടും അതായത് അവർ പോയ സീറ്റുകളാണ്, ഇവിടൊക്കെ UDF ജയിക്കും. ഇതാണ് ഇലക്ഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. കാരണം അതിനകത്ത് പല പരിവേഷങ്ങളുണ്ട്. അതായത് അതായത് ഉമ്മൻചാണ്ടിയുടെ മൂത്ത മകൾക്കുണ്ടായ പല പ്രശ്നങ്ങളുണ്ട്. അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ട്. അത് പേഴ്സണലാക്കി കേരളത്തിലെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഡേർട്ടി പൊളിറ്റിക്സ് ആണ്. അതേപോലെ ഉമ്മൻചാണ്ടിയോടുള്ള ആ ഒരു ബെൽറ്റിലും കേരളത്തിലുള്ള എല്ലാ ജനവിഭാഗത്തിനുമുള്ള ഒരു പ്രോക്സിമിറ്റി ഉണ്ട്, ബന്ധം. അത് മുതലാക്കാൻ കോൺഗ്രസ് പാർട്ടി UDF ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം LDFന്റെ CPMന്റെ അവരുടെ അക്കൗണ്ടിൽ കിടക്കുന്ന, കാരണം എന്തു വന്നു കഴിഞ്ഞാലും അവിടെയൊക്കെ CPMന്റെ ലെഫ്റ്റിൻ്റെയും ആളുകൾ മാത്രമാണ് ജയിക്കുന്നത് എന്ന് ഇന്നും അവർ കണക്ക് കൂട്ടിയിട്ടുണ്ട്. അതായത് ഒരൊറ്റ സീറ്റിൽ ഒരു കാൻഡിഡേറ്റിനെ, അതായത് മറിയ ഉമ്മനെ നിർത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സീറ്റുകളെല്ലാം ഒറ്റയടിക്ക് കയ്യിൽ കിട്ടും. ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് പല മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. ഞാനീ പറയുന്നതാണ്, ഇപ്പം നേരത്തെ പറഞ്ഞതാണ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അതിനകത്ത് ക്രിസ്ത്യൻ വോട്ടുകൾ അതിഭയങ്കരമായിട്ട് പോളറൈസ് ചെയ്യും. ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള പേഴ്സണൽ ബന്ധമുള്ളവർ, കാരണം ഈ ബെൽറ്റിൽ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്, ഓരോ ആൾക്കാർക്കും ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള ബന്ധമുണ്ട്. അതൊന്നും എൻകാഷ് ചെയ്യാൻ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്കൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഗണേശിനെതിരെയുള്ള സംഭവം അത് ശരിക്കും പ്രതിഫലിക്കുകയും അതൊന്നും മുതലാക്കുവാൻ വേണ്ടി ഈ പറയുന്ന ജ്യോതികുമാർ ചാമക്കാലയ്ക്കൊന്നും കഴിയില്ല. ഇപ്പം എൻ്റെ സജഷൻ എന്ന് പറയുന്നത് ഗണേശിനെ തോൽപ്പിക്കുക എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയുടെ UDFന്റെ അജണ്ടയായി സ്വീകരിച്ച് മറിയ ഉമ്മനെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടൊക്കെ LDFന്റെ CPMന്റെ വെടിതീരും. അവർ ഒരു രക്ഷയുമില്ലാതെ തോറ്റുകളായി.